സൂര്യ കോമഡിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഇപ്പോൾ ശരിയാക്കി തരാം പ്രസന്റഡ് ബൈ ഗ്ലോബൽ എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിൽക്കുന്നത് ILM കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് പെരുമ്പാവൂർ തന്നെയാണ്. കഴിഞ്ഞ എപ്പിസോഡ് നിങ്ങൾ കണ്ടു കാണും. വളരെ മനോഹരമായി തന്നെ എല്ലാവരും പെർഫോം ചെയ്ത് അതിനേക്കാളേറെ മനോഹരമായി പെർഫോം ചെയ്യാനാണ് കുട്ടികൾ ഇങ്ങനെ റെഡിയായിരിക്കുന്നത്. വളരെ മനോഹരമായ ഒരു സ്ക്രിപ്റ്റ് തന്നെയാണ് ഇന്നും അവർക്ക് കൊടുക്കാൻ പോകുന്നത്. നമുക്ക് എന്തായാലും എപ്പിസോഡ് ഒന്ന് കാണാം. നാരായണ കൂരായണ, ഇതൊരു ഫേമസ് ഡയലോഗാണ്. താളവട്ടം എന്ന ഹിറ്റ് ചിത്രത്തിലെ ജഗതി ശ്രീകുമാർ അവതരിപ്പിക്കുന്ന മനോഹരമായ ഒരു ക്യാരക്ടറാണ് ഇത്. ഒരു പ്രാവശ്യം കണ്ടവർ ഒരിക്കലും ജീവിതത്തിൽ മറക്കാത്ത വളരെ രസകരമായി ജഗതി അഭിനയിച്ച ഈ ക്യാരക്ടറിൻ്റെ ഈ ഒരു ഡയലോഗാണ് നമ്മളിന്ന് കുട്ടികൾക്ക് വേണ്ടി കൊടുക്കുന്നത്. അവരത് എങ്ങനെ പെർഫോം ചെയ്യുന്നു നമുക്ക് നോക്കാം. അല്ല, എനിക്കറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക, താൻ ആരുവാ? നാരായണ പൂരായണ പോവേ. തനിക്കൊരു വിചാരമുണ്ട് താ ഏതോ കോപ്പിലെ വലിയ രാജാവാണ്. താ ഒരു പുല്ലുമല്ല. 1-2 ദിവസം ലണ്ടനിൽ പോയി ഏതോ ഒരു ഓന്തൻ റിച്ചാർഡ് സാഹിബിന് അരിവെച്ച് കൊടുത്ത് കിട്ടിയ കാശ് കൊണ്ട് ഒരു പഴയ കൊട്ടാരം വാങ്ങി അവിടെ ഒരു ആശുപത്രിയും തുടങ്ങി അവിടെ പ്രാന്തമാരെ പട്ടാളത്തിട്ട പഠിപ്പിക്കുന്ന ഒരു വിവരം കെട്ട പന്ന റാസ്കലല്ലേ താൻ. തന്നെ ഞാൻ 10 പറയണമെന്ന് വിചാരിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. താനൊക്കെ മറ്റേ ചിട്ടയുടെ ആളല്ലേ, മിലിറ്ററി. പക്ഷേ ഞങ്ങള് ജോലിക്കാരെ ചിട്ട പഠിപ്പിക്കുന്നതിന് മുമ്പ് താൻ തന്റെ മോളെ നിലയ്ക്ക് നിർത്തണം. യൂക്കാലിപ്റ്റസ് മരത്തിനിടയിൽ പരസ്പരം കെട്ടിപ്പുണർന്ന് മരം ചുട്ടി ഓടുന്ന 2 യുവ മിഥുനങ്ങളെ ഞാൻ കണ്ട്. തന്റെ സ്വന്തം മോളും തന്റെ ആശുപത്രിയിലെ വട്ടനും. അനാവശ്യം പറയരുത്. അവരുടെ ആവശ്യം തനിക്ക് അനാവശ്യമായിരിക്കും. ഞാൻ കണ്ടതേ പറഞ്ഞുള്ളൂ. തന്നോട് മാത്രമല്ല ഈ നാട്ടിലുള്ള എല്ലാവരോടും ഞാൻ പറയുകയും ചെയ്യും. ഇനി ഒരു മൈക്കും ഒരു സൈക്കിളും എടുത്തോണ്ട് ഞാൻ ഇറങ്ങാൻ പോവാ. രവീന്ദ്ര, തന്നെയും തന്റെ മോളെയും ഈ നാട്ടിൽ ഈ നാരായണൻ നാറ്റിച്ചില്ലെങ്കിൽ തന്റെ പേര് തന്റെ പട്ടിക്ക് താനിട്ടോ. അറിയോ? പോട്ടെ സാർ. ILM കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് ഇത് പോകാൻ തോന്നുന്നില്ല. കഴിഞ്ഞ ഒരു എപ്പിസോഡ് വളരെ ഗംഭീരമായിരുന്നു. 2 എപ്പിസോഡും വളരെ ഗംഭീരമായിരുന്നു. സോ നിങ്ങൾ വിട്ടു പോകാൻ തോന്നുന്നില്ല. ഇത് പുതിയ കുട്ടികളാണ്. അപ്പം ഇതിന് മുന്നേ ഉള്ള കുട്ടികളെക്കാളും നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുകയാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഒരാളെ വേദിയിലേക്ക് വിളിക്കുകയാണ്. വരൂ മോനെ. നല്ല വർക്കൗട്ട് ചെയ്യുന്ന ആളാണെന്ന് തോന്നുന്നില്ല അല്ലേ? എന്താണ് മോൻ്റെ പേര്? ആദിത്യൻ ബിജു. എവിടെയാണ് നാട്? നാട് ഇവിടെ. ഏതിനാ പഠിക്കുന്ന? ഞാൻ ഇപ്പൊ BBA. ടെൻഷനൊന്നും ഇല്ല. അപ്പം റെഡി, ആക്ഷൻ. തുടക്കം അങ്ങനെയാണോ എൻ്റെ ഇത്? അല്ല, പറഞ്ഞു മോളെ. എനിക്കറിയാൻ മേലാണ്ട് ചോദിക്കുക. അതെ അല്ലേ? എനിക്കറിയാൻ മേലാണ്ട് ചോദിക്കുക. താൻ ആരുവാ? കൂരായണ. കഷ്ടം. എനിക്കറിയാൻ മേലാത്ത ചോദിക്കുക. താൻ ആരുവാ? നാരായണ. കൂരായണ. തനിക്കൊരു വിചാരമുണ്ട്. തന്റെ ബോധമണ്ഡലം ജീർണിച്ചു തുടങ്ങിയവല്ല. തനിക്കൊരു കോപ്പിലെ വിചാരമുണ്ട്. താനൊരു കോപ്പിലെ രാജാവാണ്. താനൊരു പുല്ലുമല്ല. 1-2 ദിവസം ബ്രിട്ടനിയ, ലണ്ടനിൽ പോയി ഏതൊരു റിച്ചാർഡ് സാഹിബിന് അരി വെച്ച് കൊടുത്ത് കിട്ടിയ കാശും കൊണ്ട് കൊട്ടാരം വാങ്ങി അവിടെ ഒരു ആശുപത്രി വാങ്ങി. ഒന്ന് പറഞ്ഞു കൊടുത്തോളെ. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. അവിടെ പ്രാന്തന്മാരെ പട്ടാളച്ചിട്ട് പഠിപ്പിക്കുന്നവര് റാസ്കലല്ലേടോ താൻ. തന്നെ ഞാൻ 10 പറയണമെന്ന് ഓർത്തിരുന്നിട്ട് കുറച്ച് നാളെ പോയാ. അല്ല, കറക്റ്റായിട്ട് കുറച്ചുകൂടെ വാ. സാരില്ലടാ, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. താനൊക്കെ മറ്റേ മിലിറ്ററി ചിട്ടയുടെ ആളല്ലേടെ? താനൊക്കെ മറ്റേ മിലിറ്ററി ചിട്ടയുടെ ആളല്ലേ? പക്ഷെ ഞാൻ ജോലിക്കാരെ ചിട്ട പഠിക്കുന്നതിന് മുമ്പ് തന്റെ മകളെ
നിലയ്ക്ക് നിർത്തണം. ഇത്രയും കാലമായിട്ട് ഈ നീർക്കോലിക്ക് ഒരു ഇമ്പ്രൂവ്മെന്റ്സ് ഉണ്ടായില്ലല്ലോ. മറ്റേ മരത്തിന്റെ ഒക്കെ കുറെ യൂക്കാലിപ്സ് അല്ലേ? യൂക്കാലിപ്സ് മരത്തിന്റെ പുറകെ വെച്ച് യൂക്കാലിപ്സ് ആ മരത്തിന്റെ പേര് പറയാ. യൂക്കാലിപ്സ് ആണ്. എന്താണ്? യൂക്കാലിപ്സ് മരത്തിന്റെ പുറകെ വെച്ച് തന്റെ മകളും നീ എന്തിനാ പഠിക്കണേ? ഫൈനൽ ഇയർ LLBക്ക്. അതല്ല ചോദിച്ചത്, നീ എന്തിനാ പഠിക്കണേന്ന്. നീ ഒന്നും പഠിച്ചിട്ട് ഒരു കാര്യമില്ല, വെറുതെ കോളേജിന്റെ പേര് കളയാനായിട്ട്. അയ്യേ, അശ്വര് പട്ടണം തമ്മില് അവരുടെ ആവശ്യം തന്റെ അനാവശ്യമാണ്. ഞാൻ കണ്ടത് പറഞ്ഞെന്നുള്ളൂ. പക്ഷെ നിന്റെ ചിരി ചിരിയാണ്. തെറ്റുമ്പോ പോലും ഇങ്ങനെ ചിരിക്കാൻ അവരോട് മാത്രമല്ല ഈ നാട്ടിലെ സകലോട് ഞാൻ ഇത് പറഞ്ഞു കൊടുക്കും. പോരാത്തതിനൊരു സൈക്കിളും ഒരു മൈക്കും മൈക്ക് എടുത്തോണ്ട് വെച്ച് പറഞ്ഞു കൊടുക്കും. തന്നെ നാച്ചിട്ട അല്ലെങ്കിൽ എന്റെ പേര് തന്റെ പട്ടി, അല്ലെങ്കിൽ തന്റെ പേര് തന്റെ പട്ടിക്ക് ഇട്ടു. അപ്പൊ ഒരു അടി കിട്ടുകയാണ്. അതാ അപ്പൊ പോട്ടെ സാർ. ഇത് പക്ഷെ അഭിനയിക്കുന്നില്ല. ഇത് ഓക്കെ, നിനക്ക് ഞങ്ങളുടെ പുതിയ നാടകമാണേ. ഒന്നുകിൽ കളരിക്ക് പുറത്ത്, അല്ലെങ്കിൽ ആശാന്റെ നെഞ്ചത്ത്. നെഞ്ചത്ത് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഈ ഭാഗത്തായിട്ടാണ് ഇവരറിയാ അല്ലടാ. ഇത് ഒരാള് പഠിച്ചില്ലെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അയാളെ വിട്ടപ്പോഴത്തേക്ക് ബാക്കിയുള്ളവരാ ചോദിച്ചാൽ അത് കൊള്ളല്ല, അങ്ങനെ പറഞ്ഞാൽ മതിയെന്ന്. പക്ഷെ വേറെ ഞാൻ പണി തരും അപ്പൊ അടുത്തത് കേട്ടാ. എന്താണ് മോന്റെ പേര്? അഭിരാം. മനോഹരമായ ഇയറിങ്സ് അല്ല, സ്റ്റണ്ട് ഇല്ലേ? അതെ. എവിടെയാണ് അത്? എന്റെ ഇവിടെ അടുത്ത് തന്നെയാണ്. ഏതിനാ പഠിക്കുന്നത്? ബിബി. പാട്ട് പാടുവോ? റെഡി, ആക്ഷൻ. എനിക്കറിയാൻ മേലായിട്ട് ചോദിക്കുകയാണ്, താൻ ആരുവാ? കൂരായാണ്. തനിക്കൊരു വിചാരമുണ്ട് താനേതോ കോപ്പിലെ രാജാവാണെന്ന്. പക്ഷെ താനൊരു പുല്ലുമല്ലടൂ. നീ പൊന്നപ്പനല്ലടാ, തങ്കപ്പൻ. ഒന്നോ രണ്ടോ ദിവസം ലണ്ടനിലെ റിച്ചാർഡ് സായിപ്പിന് ഓന്തൻ റിച്ചാർഡ് സായിപ്പിന് അരി വെച്ച് കൊടുത്ത് കിട്ടിയ കാശ് കൊണ്ട് വാങ്ങി പഴയ ഒരു കൊട്ടാരവും തുടങ്ങിയ ഒരു ആശുപത്രിയാണ്. ലക്ഷ്മണനോ തോർത്തില്ല, രാമനോ മുണ്ടില്ല. ഇവൻ എന്തായി ജപിക്കണേ? അവിടെ പ്രാന്തന്മാരെ പട്ടാളച്ചിട്ട പഠിപ്പിക്കുന്ന ഒരു പന്ന റാസ്കലല്ലേടോ താൻ. തന്നെ 10 പറയണമെന്ന് ഞാൻ വിചാരിച്ചിട്ട് കാലം കുറെ ആയി. താൻ മറ്റേ ചിട്ടയുടെ ആളല്ലേടോ, പട്ടാള ചിട്ട, മിലിറ്ററി ചിട്ട. ജോലിക്കാരെ ചിട്ട പഠിപ്പിക്കുന്നതിന് മുമ്പ് താൻ ഒരു കാര്യം ഓർക്കണം, തന്റെ മോളെ നിരക്കി നിർത്തണം. അല്ലെങ്കിലും പഠിച്ചിട്ടാണ് ഞാനൊക്കെ നിലയിലായത്. ഏത് നിലയില്? എടി, ഞാൻ രാവിലെ വാങ്ങി തന്ന ഐസ്ഫ്രൂട്ടിന്റെ തൊണ്ടേന്ന് ഇറങ്ങിയോ? ഇല്ലെങ്കിൽ ഒരു കോലിട്ട് കുത്താനാ നന്ദിയില്ലാത്ത പൂത്താങ്കാളി. യൂക്കാലിപ്സ് മരത്തിനിടയിൽ ചുറ്റിപ്പണർന്ന് ഓടുന്ന മിഥുനങ്ങളെ ഞാൻ കണ്ടു. അതിലൊന്ന് നിന്റെ മോളും ആശുപത്രിയിലെ വട്ടനല്ലേ? ആശുപത്രിയിലെ വട്ടനും ആവശ്യത്തിനും. അങ്ങനെ പവനായി ശവമായി. എന്തൊക്കെ ബഹളമായിരുന്നു. മലപ്പുറം കത്തി, മെഷീൻ ഗണ്ണ്, ബോംബ്, ഒലക്കര മൂട്. തന്റെ അനാവശ്യം അവർക്ക് ആവശ്യം ആണ്. ഞാൻ കണ്ടതേ പറഞ്ഞോളൂ. എന്തായാലും ഒരു കാര്യം ഇത് കാര്യം ഞാൻ ലോകം മുഴുവൻ പറഞ്ഞിടക്കും. തന്നെ പോരാത്തതിന് ഒരു മൈക്കും സൈക്കിളിലും വെച്ച് നടത്തി തന്നെ നാട്ടുകാരിൽ നിന്ന് നാടകം നാറ്റിക്കും. ഒരു കയ്യബദ്ധം നാറ്റിക്കരുത്. ഇനി തോന്നിയാസം പറഞ്ഞു നടന്നാലുണ്ടല്ലോ നാട്ടിലടിച്ചാൻ സൂപ്പാക്കും. തന്നെയും തന്റെ മോളെ ഞാൻ നാറ്റിച്ചില്ലെങ്കിൽ തന്റെ പേര് തന്റെ പട്ടിക്ക് താനിട്ടോ. അങ്ങനെ അടിയിട്ട പോട്ടെ സാർ. ഓക്കെ. ഹലോ, എന്താണ് പേരെന്താണ്? അനന്ത്. ഓക്കെ. എവിടെയാ നാട്? മാന്നാർ, ആലപ്പുഴ ജില്ല. ഇവിടെ ഏതാ പഠിപ്പിക്കുന്നത്? സിസ്റ്റർ കമ്പ്യൂട്ടറിന്റെ. റെഡി. അല്ല, എനിക്കറിയാൻ വയ്യായിട്ട് ചോദിക്കുവാ, താൻ ആരുവാ?
തിരിച്ചടിക്കണ ജാതി തന്നെ ഇപ്പൊ ഞമ്മക്ക് പെരുത്തി വിശ്വാസായി. തമ്പുരാനെ കൂരായണ തനിക്കൊരു വിചാരമുണ്ട്. താനേതോ കോപ്പിലെ രാജാവാത്. താനൊരു കോപ്പ് അല്ലടോ. 1-2 ദിവസം ലണ്ടനിൽ പോയ ഏതോ ഓന്തൻ റിച്ചാർഡ് സാഹിബിന് ചായ ഇട്ട് കൊടുത്തിട്ട് അവിടെ ഒരു കൊട്ടാരവും പണിത് ആശുപത്രിയും പണിത് അവിടെ കുറെ ഭ്രാന്തന്മാരെയും പിടിച്ചിട്ടിട്ട് കുറെ മിലിറ്ററി ചിട്ട പഠിപ്പിച്ച താൻ ഏത് കോപ്പിലെ രാജാവാടോ? അടിപൊളി. ഇതുവരെ അദ്ദേഹത്തിന്റെ ശിഷ്യനാകാൻ കഴിഞ്ഞില്ലെങ്കിലും ആ മഹാന് വേണ്ടി ഏകലവ്യനെ പോലെ എന്റെ വിരല് മുറിച്ചു കൊടുക്കാൻ പോലും ഞാൻ സന്നദ്ധനാണ്. തന്നോട് 2 പറയണമെന്ന് കുറച്ച് നാളെ വിചാരിച്ചോണ്ടിരിക്കുക. ശരിക്കും മുതലെടുക്കണേണ സജി. താൻ മിലിറ്ററി നമ്മുടെ ഈ അധ്യാപകരെ പഠിപ്പിക്കുന്നതിന് പകരം താൻ തന്റെ മോളെ പഠിപ്പിക്കണോ? ജോലിക്കാരെ പഠിപ്പിക്കണോ? യൂക്കാലിസ് മരത്തിനിടയിൽ 2 യുവമിഥുനങ്ങൾ കെട്ടിപ്പുണ്ടിരുന്നത് ഞാൻ കണ്ടടോ. അതിൽ താനും തന്റെ മോളും ഈ ആശുപത്രിയിലെ ഒരു വട്ടനം ഉണ്ടായിരുന്നടോ. ഇത് ഞാൻ നാട് മൊത്തം അറിയിക്കണോ. ഞാൻ സൈക്കിളും കൊണ്ട് ഇറങ്ങാൻ പോവാ. നോക്കിക്കോ. ഇത്രേ ഉള്ളൂ. തന്റെ ആവശ്യം എന്റെ അനാവശ്യമാണോ? തന്റെ അനാവശ്യം അവരൊക്കെ ആവശ്യമാണ്. തന്റെ മോളെ ഈ നാട്ടിലുള്ളവരെ കൊണ്ട് നാറ്റിച്ചില്ലെങ്കിൽ താൻ തന്റെ പേര് എന്റെ പട്ടിക്ക് തന്റെ പേര് തന്റെ പട്ടിക്ക് ഇട്ടു. പോട്ടെ സാർ. ഓക്കെ, വെരി ഗുഡ്, അടിപൊളി. ഇതാണ് നമുക്ക് വേണ്ടത്. നന്നായിരുന്നു, അടിപൊളി, സൂപ്പർ സൂപ്പർ സൂപ്പർ. സാറ് ഞെട്ടണ്ട. ദൈവം തമ്പുരാൻ മനസ്സ് വെച്ച ഇതല്ല ഇതിലപ്പുറവും നടക്കും. സാറിന്റെ മനോഹരമായ പെർഫോമൻസിന് ശേഷം വരൂ മോള് വരും. എന്താണ് പേര്? അഫയ. എവിടെയാണ് സ്ഥലം? ട്രിവാൻഡ്രത്താണ്. ഇവിടെ ഏതിനാ മോള് പഠിക്കുന്നത്? സൈബർ ഫോറൻ. ഓക്കെ, തുടങ്ങിയല്ലോ. റെഡി, ആക്ഷൻ. മുझे मालूम അയ്യോ എന്റെ ദൈവമേ, എനിക്കൊന്നും അറിഞ്ഞൂടാതെ മറുനായോട് പറഞ്ഞു കൊടുക്കണ. അല്ല, എനിക്കറിയാൻ പാടില്ല. അല്ല എനിക്കറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കുക. താൻ ആരും അല്ല, എനിക്കറിയാൻ അയ്യോ അല്ല, എനിക്കറിയാൻ മേല ചോദിക്കാ. താൻ ആരുവാ? ആരാണ്? കൂരായണ. പോവേ. താൻ ആരാണ്? താനാരാണെന്ന് തനിക്കറിയാൻ മേലെങ്കിൽ താൻ എന്നോട് ചോദിക്ക് താൻ ആരാണെന്ന്. തനിക്ക് ഞാൻ പറഞ്ഞു തരാം താൻ ആരാണ്. എന്നിട്ട് ഞാൻ ആരാണെന്ന് എനിക്കറിയാമോ താൻ എന്നോട് ചോദിക്ക്. അപ്പൊ തനിക്ക് ഞാൻ പറഞ്ഞു തരാം താൻ ആരാണെന്ന്. തനിക്കൊരു വിചാരമുണ്ട് താൻ ഏതോ കോപ്പിലെ രാജാവാണെന്ന്. താ ഒരു കോപ്പുമില്ല. അങ്ങനെ 1-2 ദിവസം അങ്ങ് ലണ്ടനിൽ പോയി ഏതോ ഒരു റിച്ചാർഡ് സാഹിബിന് അരി വെച്ച് കൊടുത്ത് കിട്ടിയ കാശ് കൊണ്ട് ഒരു കൊട്ടാരം വാങ്ങി അതിലൊരു ഹോസ്പിറ്റലും വെച്ച് അവിടെ പ്രാന്തന്മാരെ പട്ടാള ചിട്ട പഠിപ്പിക്കുന്ന ഒരു മിലിറ്ററി കാര്യല്ലേടാ. തന്നെ 10 പറയണമെന്ന് വെച്ച് കൊറേ കാലായി. മിലിറ്ററി ചിട്ട ആളല്ലേടോ താൻ. പക്ഷെ ഞങ്ങളെ ജോലിക്കാരെ പട്ടാള ചിട്ട പഠിപ്പിക്കാൻ താൻ ആരാടോ? ആദ്യം തന്നെ മോളെ നിലയ്ക്ക് നിർത്താൻ പഠിക്കും. പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ പലപ്പോഴും പറയേണ്ട പോലെ പറയാൻ കഴിയുന്നില്ല. അതും അസുഖത്തിന്റെ ഫലമായല്ലേ എന്ന് സംശയിക്കേണ്ടിയിരിക്കും. മരത്തിന്റെ ചുവട്ട് തന്റെ മോളും തന്റെ ഒരു ഭ്രാന്തനും കൂടെ കെട്ടിപ്പുണർന്ന് നിൽക്കുന്നത് ഞാൻ കണ്ടു. അനാവശ്യം പറയരുത്. അനാവശ്യം പറയൂ ഞാൻ. അവരുടെ ആവശ്യം അനാവശ്യമായിരിക്കാം. തന്നെ ഞാൻ നാട്ടിക്കടോ. അനാവശ്യം പറയരുത്. അനാവശ്യം പറയുന്നേ പറയാൻ പാടില്ലെന്ന്. ഇതൊന്ന് കൊഴുക്കട്ടെ അല്ല ഊത്തപ്പം പറയുന്നത് കേള് കോച്ചാണ്. തന്റെ ആവശ്യം എനിക്ക് അനാവശ്യമായിരിക്കാം. തന്നെയും തന്റെ മോളെയും മതി. എനിക്ക് ഇനി മതിയായിട്ടില്ലല്ലേ? ഞാൻ കണ്ടതേ ഞാൻ പറഞ്ഞോളൂ. അടുത്ത് തന്നെയും തന്റെ മോളെയും നാട്ടിലുള്ള എല്ലാരും മൈക്കും വിളിച്ച് സൈക്കിളും കൊണ്ട് നാട്ടിലുള്ള എല്ലായിടത്തും ഞാൻ വിളിച്ച് പറയും. രവീന്ദ്ര തന്നെ നാറ്റിക്കും ഞാൻ. തന്നെ നാട്ടിക്കും ഞാൻ. ഡയലോഗ് ഞാനല്ല, അങ്ങോട്ട് പറയണം. ബാക്കി മറന്നുപോയി. അത്രയും ഞാൻ പറഞ്ഞില്ലല്ലോ. നാട്ടിച്ചില്ലെങ്കിൽ തന്റെ പേര് തന്റെ പട്ടിക്ക് തായിട്ടോ. അടിച്ചു അല്ലെന്ന് അടിച്ചു. അയ്യോ അമ്മേ. കൊള്ളാം.
നന്നായിരിക്കുന്നേ. ചെല്ലി ചെല്ലി ചെല്ലി. എന്താണ് പേര്? അയന മരി അഗസ്റ്റിൻ. അയന മരി അഗസ്റ്റിൻ. എവിടെയാണ് സ്ഥലം? പഴങ്ങനാട്. ഓക്കെ. ഏതിനാ പഠിക്കുന്നത് ഇവിടെ? BSc സൈക്കോളജി. ഓക്കെ. അപ്പൊ തുടങ്ങിക്കളയാം. മാർക്കുന്നതിന് മുമ്പ് തന്നെ തുടങ്ങാം. റെഡി 1 2 3 ആക്ഷൻ. ഒരു മിനിറ്റ്. അല്ല എനിക്കറിയാൻ പാടില്ല എന്ന് ചോദിക്കുക. താൻ ആരുവാ? നാരായണ. കൂരായണ. ഊവ. അയ്യോ ഊവ. കുട്ടി മാസാണല്ലോ മായിച്ചേട്ടാ. തനിക്കൊരു വിചാരമുണ്ട് താൻ ഏതോ രാജാവാണെന്ന്. പക്ഷെ താൻ ഒരു കോപ്പുമല്ല. ഞാൻ പോയിക്കോട്ടെ. 1 or 2 വർഷം താൻ ലണ്ടനില് ഏതോ ഓന്തൻ സാഹിബിന്റെ ഓന്തൻ റിച്ചാർഡ് സാഹിബിന്റെ അരി വെച്ച് കൊടുത്ത് അവിടെ ഒരു പഴയ കൊട്ടാരം വാങ്ങി അതിലൊരു ആശുപത്രി പണിഞ്ഞ് അതിൽ കുറെ പ്രാന്തന്മാരെ പട്ടാളച്ചിട്ട് പഠിപ്പിക്കാൻ നിക്കുക. അത് കുഴപ്പമില്ല. തന്നോട് 10 പറയണമെന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു. താനൊക്കെ മറ്റു ചിട്ടൊരാളല്ലേ മിലിറ്ററി. താൻ ജോലിക്കാരൻ മലയാളം പഠിപ്പിക്കുന്നതിന് മുമ്പ് മലയാളം മര്യാദ. ഓക്കെ. താൻ ജോലിക്കാരൻ ചിട്ട പഠിപ്പിക്കുന്നതിന് മുമ്പ് തന്റെ മോളെ നിലയ്ക്ക് നിർത്താൻ നോക്കണം. യൂക്കാലി മരത്തിന്റെ അടിയിൽ വെച്ചിട്ട്. എന്നെ ഇപ്പൊ തന്നെ മോളിലേക്ക് എടുത്താൽ മതിയായിരുന്നു. അയ്യോ യൂക്കാലിപ്സ് മരത്തിന്റെ ഇടയിൽ വെച്ചിട്ട് തന്റെ മോളും ഒരു വട്ടൻ ഈ ആശുപത്രി ഒരു വട്ടനും കൂടി യുവമിഥുനങ്ങളെ പോലെ കെട്ടിപ്പുണർന്നിരിക്കും ഞാൻ കണ്ടു. അനാവശ്യം പറയരുത്. കണ്ടതേ ഞാൻ പറയൂ. തന്റെ ആവശ്യം എന്റെ ആവശ്യം എന്റെ ആവശ്യം തന്റെ അനാവശ്യവും അവരുടെ ആവശ്യം തന്റെ അനാവശ്യം. എന്നാലും വളരെ മോശമായി പോയിട്ടോ. നിനക്കൊരു മര്യാദ ഉണ്ട്. തന്നോട് മാത്രല്ല നാട്ടോട് എല്ലാവരും ഞാൻ പറയും. ഞാൻ സൈക്കിളും മൈക്കൊക്കെ എടുത്തിട്ട് ഇറങ്ങാൻ പോവാ. തന്നെയും തന്റെ മോളെ രവീന്ദ്ര എന്നെ വിളിക്കണം. രവീന്ദ്ര എന്തോ രവീന്ദ്ര തന്നെയും തന്റെ മോളെ ഈ നാട്ടിലുള്ള എല്ലാവരും നാട്ടിച്ചില്ലെങ്കിൽ തന്റെ പേര് തന്റെ വട്ടിക്ക് താൻ ഇട്ടു. അല്ല അടിച്ചു പോട്ടെ സാർ പറഞ്ഞിട്ടു പോട്ടെ സാർ. അപ്പോ ഇത് കുടിച്ചിരിക്കട്ടോ. ദേ പോയി പിന്നെ കുട്ടി കൊള്ളാം. അപ്പോൾ എല്ലാവരും വളരെ മനോഹരമായി തന്നെ ചെയ്തു. എങ്കിലും നമുക്ക് ഒരു വ്യക്തിയെ, ഒരു സ്പെഷ്യൽ വ്യക്തിയെ നമ്മൾ വിളിച്ച് കൊടുത്തേ പോയത്. കാരണം അതിഗംഭീരമായി ചെയ്ത നമ്മുടെ അനന്തു സാറിനെ ആണ് ഞാൻ പേരിലേക്ക് വിളിക്കുന്നത്. പ്ലീസ് സാർ. അത് ഗംഭീരമായിട്ട് തന്നെ ചെയ്തിരുന്നു. അപ്പം മോസ്റ്റ് കസ്റ്റമർ പ്രിഫേർഡ് ബ്രാൻഡായ സ്പൈസ് കേക്ക്സ് നൽകുന്ന ഒരു ഗിഫ്റ്റ്, ഗ്ലോബൽ എഡ്യൂക്കേഷൻ കൺസൾട്ടൻസിൻ്റെ വക ഒരു ഗിഫ്റ്റ്. പിന്നെ ഞാൻ വിളിക്കുന്നു അയന. അതിനെന്താ എന്ത് പ്രൈസ് വേണ്ടേ? ഗ്ലോബൽ എഡ്യൂക്കേഷൻ കൺസൾട്ടൻസിൻ്റെ ഒരു ഗിഫ്റ്റ്, മറിയാസ് നാച്ചുറൽസ് നൽകുന്ന ഒരു ഹാമ്പർ കിറ്റ്. ILM കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് പെരുമ്പാവൂർ. വളരെ മനോഹരമായ എപ്പിസോഡുകളാണ് നമ്മളിവിടെ ചെയ്തത്. വളരെ നല്ല ഹോസ്പിറ്റാലിറ്റി ഉള്ള ഒരു കോളേജായിരുന്നു. വളരെ നല്ല അറ്റ്മോസ്ഫിയർ, അതുപോലെ അതിനേക്കാളേറെ നല്ല കുട്ടികളും ഒക്കെ ആയിട്ടുള്ള നല്ല കഴിവുള്ള കുട്ടികൾ, ചുറിയുറുക്കുള്ള കുട്ടികളൊക്കെ ആയിട്ടുള്ള എപ്പിസോഡ്. ഇവിടെ സമയം പോയി തന്നെ അറിഞ്ഞില്ല. പക്ഷേ നമ്മൾ അടുത്ത ഒരു കോളേജിലേക്ക് പോകേണ്ട സമയമായി ഇരിക്കുകയാണ്. അതുകൊണ്ട് തൽക്കാലം നമ്മൾ വിട പറയുന്നു. ഗുഡ് ബൈ.